നടരാജഗുരുവിൻ്റെ സ്വാത്മപ്രകാശനമായ ഓട്ടോബയോഗ്രഫി ഓഫ് എൻ എബ്സല്യൂട്ടിസ്റ്റ് എന്ന ഗ്രന്ഥത്തിൻ്റെ മലയാളം മൊഴിമാറ്റം. അധ്യായം 11. വീർപ്പുമുട്ട്. ഭാഗം 1. സാപേക്ഷതയും നിരപേക്ഷതയും ഒരിക്കലും ഒത്തുവാഴുകയില്ല. ഈ വസ്തുതയാണ് മനുഷ്യജീവിതത്തെ ദുരന്തഛായയുള്ളതാക്കുന്നത്. നാം തന്നെയാണ് നമ്മുടെ ബദ്ധശത്രുവും ഉറ്റമിത്രവും. ഇതിൽ ഒരു വിരോധോക്തിയുണ്ട്. ഇതിനെ ഒഴിവാക്കാൻ വിരോധങ്ങളെ സമന്വയിക്കുന്ന ഒരു ഉന്നത വിചാര സരണി കൊണ്ടല്ലാതെ സാധ്യമല്ല. ഇരിക്കണം അല്ലെങ്കിൽ മരിക്കണം എന്ന് ഹാംലെറ്റിനെ അഭിമുഖീകരിച്ച പ്രശ്നം ചെറിയ തോതിലോ വലിയ തോതിലോ വിപത്കരമായോ അല്ലാതെയോ ആരെയും അഭിമുഖീകരിക്കും. ജീവിതത്തിലെ സ്വച്ഛന്തമോ സുഖതമോ ആയ ബാഹ്യവശങ്ങളിലെ പിന്നിൽ ഇത്തരമൊരു ദുരന്താംശം എവിടെയാണ് ഒളിഞ്ഞിരിക്കുന്നതെന്നുള്ളതാണ് ദാർശനികന്മാർ ചുഴിഞ്ഞു നോക്കാൻ യത്നിക്കുന്ന നിഗൂഢത. ജീവിതത്തിലെ വർണ്ണശബളമോ മധുരോദാരമോ ആയ ഭോഗസമൃദ്ധിയുടെയും സരള സൗഖ്യങ്ങളുടെയും പിന്നിൽ നിന്നും നമ്മുടെ നേരെ അപ്രതീക്ഷിതമായി ചാടി വീഴാൻ തയ്യാറെടുത്തുകൊണ്ട് അത് പതിയിരിക്കുന്നു. അത് ചിലപ്പോൾ വീട്ടിന് പുറത്താകാം, ചിലപ്പോൾ വീട്ടിനുള്ളിലാവാം, മറ്റു ചിലപ്പോൾ നമ്മുടെ തന്നെ ഉള്ളിലുമാകാം. നാം തികച്ചും നിരപേക്ഷരാണെങ്കിൽ നമ്മുടെ ആപ്തമിത്രങ്ങളും പ്രേമഭാജനങ്ങളും നമുക്കെതിരെ അണിനിരന്നെന്ന് വരാം. ആലിബാബ കഥയിലെ 40 കള്ളന്മാരെ പോലെയോ മുഹമ്മദ് നബിയുടെ ബന്ധുക്കളെ പോലെയോ ഏതെങ്കിലും ഒരു വിഭാഗം നമ്മെ പീഡിപ്പിക്കുകയും തിരസ്കരിക്കുകയും ചെയ്തേക്കാം. ഒറ്റപ്പെട്ടവനായി തള്ളിക്കളഞ്ഞേക്കാം. പിന്തിരിഞ്ഞു നോട്ടത്തിൻ്റെ തന്ത്രികൾ മീട്ടി എനിക്ക് പാടുവാനുള്ള ഗാനത്തിൻ്റെ ഈ ഘട്ടം ഇപ്പറഞ്ഞ രീതിയിൽ തെല്ല് ശോകാത്മക ഭാവം കലർന്നതാണ്. നിരപേക്ഷ ജീവിതത്തിൽ അതിന് കൊടുക്കേണ്ട വില എവിടെയെങ്കിലും കൊടുത്തേ കഴിയൂ. എന്നാൽ പിന്നെ ശുഭസ്യ ശീഘ്രം. അറച്ചു നിൽപ്പ് അടുത്തു വരുന്ന അപായങ്ങളുടെ ഗതിക്ക് ആവേശം കൂട്ടും. അവയൊടുക്കം ഏത് നിമിഷത്തിലെന്നറിയില്ല ഹിമവത് ശൃംഗത്തിൽ നിന്നടിഞ്ഞിറങ്ങി വരുന്ന ഭീമാകാരമായ ഹിമപാളി പോലെ വന്ന് നമ്മുടെ മേൽ പതിക്കും. പാരതന്ത്ര്യത്തിനോട് തെല്ലിടയെങ്കിലും സന്ധിയാകുന്ന മനുഷ്യ, നീ സൂക്ഷിച്ചു കൊള്ളണേ. കുത്തനെയുള്ള ഇറക്കത്തിൽ ഒരടിയെങ്കിലും അറച്ചു വെച്ചു പോയാൽ നിനക്ക് ഏറിയ അപായമാണ് ഉണ്ടാവുക. ഞാനൊരു ശുദ്ധഗതിക്കാരനായി പോയത് എന്തുകൊണ്ട്? ഇക്കാര്യം കണ്ടെത്തുവാനുള്ള സാമർഥ്യം എനിക്കില്ലാതെ പോയത് എന്തുകൊണ്ട്? ഇതാണ് കാലമേറെ കഴിഞ്ഞ ഈ സന്ദർഭത്തിൽ എനിക്ക് അത്ഭുതാവഹമായിരിക്കുന്നത്. ഞാൻ വീണ്ടും ആലുവ അദ്വൈതാശ്രമത്തിലേക്ക് തന്നെ മടങ്ങിപ്പോയി. എന്നെപ്പറ്റി എനിക്ക് തന്നെയുള്ള സന്ദിഗ്ധത അപ്പോൾ വർദ്ധിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഒരു ജീവിതവൃത്തിയും മുന്നിൽ കാണാനില്ല. കുന്നുകളിലും വനങ്ങളിലും കൂടി ചുറ്റിവളഞ്ഞു പോകുന്ന പാതയിലൂടെ മൂടൽമഞ്ഞ് നിറഞ്ഞ രാത്രിയിൽ വണ്ടി ഓടിച്ചു പോകുന്ന ഒരുവനെ പോലെയായിരുന്നു ഞാൻ. അസാധ്യമായ ഒരു മാർഗത്തിൽ കൂടിയാണ് ഞാൻ പോകുന്നതെന്ന് മനസ്സിലാക്കിയ എൻ്റെ ക്ഷേമകാംക്ഷികളെന്ന് കരുതപ്പെട്ടിരുന്നവർ ഒന്നൊന്നായി അകന്നുപോയി. ഞാൻ നിർധനനാണ്, കീറത്തുണി മാത്രമുള്ളവനാണ്, ചെരിപ്പിടാനും തലമുടി കത്രിച്ച് മിനുക്കാനും നിവൃത്തിയില്ലാത്തവനാണ്, സുഹൃത്തുക്കളാൽ പരിത്യക്തനാണ്, ആർക്കും വേണ്ടാത്തൊരാളാണ് എന്നൊക്കെ ഉടനെ ഞാൻ അറിയാൻ പോകുകയാണ്. അപഹാസ്യത അപമാനം എന്ന ഉപാധ്യായം. എൻ്റെ പ്രായവും ജീവിതത്തിന് വേണ്ടിയുള്ള തയ്യാറെടുക്കലും വെച്ച് നോക്കുമ്പോൾ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ ഞാൻ ശോഭിക്കേണ്ടവനാണ്. എന്നാൽ എൻ്റെ ഉറ്റ സ്നേഹിതന്മാരെ വരെ എന്നെ അവഗണിക്കുകയാണ് ഉണ്ടായത്. എൻ്റെ ജീവിതം അടയുവാൻ പോകുന്നതായി അവർ തീരുമാനിച്ചു. അവരെന്നെ അഭിവാദനം ചെയ്യുന്നത് മുൻപത്തേക്കാൾ കൃത്രിമമായിട്ടെന്ന് ആണ് എന്ന് ഞാൻ വ്യക്തമായി കണ്ടു തുടങ്ങി. ലാമ്പിൻ്റെ ഉപന്യാസങ്ങളിൽ വർണ്ണിച്ചിരിക്കുന്ന ദരിദ്രരായ ബന്ധുക്കളെപ്പോലെ സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെ ഗൃഹങ്ങളിൽ പ്രവേശിക്കുന്നതിന് എനിക്ക് ഒരറപ്പുണ്ടായിരുന്നു. അവിടെ അതിഥി എന്ന നിലയിൽ ആഹാര സമയത്ത് എന്നെ സ്വീകരിക്കുന്നത്
ഇഷ്ടമില്ലാത്തത് സഹിക്കുന്ന മട്ടിലായിരുന്നുവെന്നത് ഞാൻ കാണുന്നുണ്ടായിരുന്നു. മുറിക്കകത്ത് പറ്റിക്കൂടിയിരിക്കുന്ന തവളയെപ്പോലെയോ കഞ്ഞിയിലെ പാറ്റയെപ്പോലെയോ ഞാൻ മറ്റുള്ളവർക്കൊരു ശല്യമായി. എൻ്റെ സാമീപ്യം സന്തോഷത്തിന് പകരം അസഹനീയതയാണ് മറ്റുള്ളവരിൽ ഉണ്ടാക്കിയത്. ഇതാ ഏട്ടിലെ പോലെ ജീവിക്കാൻ പാടുപെടുന്നൊരു ആദർശവാദി പോകുന്നു. പലരും എന്നെ ചൂണ്ടി പരിചയപ്പെടുത്തിയത് ഇങ്ങനെയാണ്. കൂടുതൽ തുറന്ന മനസ്സോടെ സംസാരിക്കാൻ ഇടവന്നിട്ടുള്ള അവസരങ്ങളിൽ എൻ്റെ അഭ്യുദയകാംക്ഷികൾ എനിക്കു നൽകിയ ഉപദേശത്തിൻ്റെ ചുരുക്കവും ഇത് തന്നെയായിരുന്നു. എൻ്റെ രീതികൾ ശരിയാണെന്ന് സമ്മതിക്കാൻ സാധ്യ അല്ലെന്നുള്ള വസ്തുത മറച്ചുവെക്കാൻ അവർ ബന്ധപ്പെടുന്നതായി ഞാൻ മനസ്സിലാക്കി. യാത്രക്കിടയിൽ യാദൃശ്ചികമായി കണ്ടുമുട്ടാനിടയായാൽ അവർ എന്നെ പിരിഞ്ഞു പോകുന്നത് പലപ്പോഴും യാത്ര ചോദിക്കാതെയായിരിക്കും. ഒരിക്കൽ പ്രിയപ്പെട്ട ഒരു അപ്പച്ചി പറയുന്നത് കേട്ടു, എടുക്കാത്ത തൊട്ട് സന്യാസിയെപ്പോലെ നേരമല്ലാത്ത നേരത്ത് കയറി വരും ഊണിന്. എന്തിനേറെ എന്നോട് കൂട്ടുകൂടിയവർക്ക് പോലും വെറുക്കപ്പെട്ടവനോട് അടുത്തതിനാൽ പരിഹാസ്യരായി. ജന്മാവകാശങ്ങളെല്ലാം അനുകൂലമാണെങ്കിലും വാഷിങ്ടണിലെ ബാർബർ സലൂണിൽ കയറാൻ ഇറക്കുന്ന ഒരു നീഗ്രോയെ പോലെ തിരുവനന്തപുരത്തോ പാലക്കാട്ടോ ഉള്ള ബ്രാഹ്മണരുടെ അഗ്രഹാരത്തിൽ കയറാൻ അറയ്ക്കുന്ന പറയൻ്റെ മനസാക്ഷി പോലെ മൈലാപ്പൂരിലെയും കുംഭകോണത്തെയും കഥ പറയുകയും വേണ്ട. വീട്ടിലായാലും നേരത്തെ പറഞ്ഞതുപോലെ നാട്ടിലായാലും ഞാൻ ഓരോ കാലടിയും സൂക്ഷിച്ച് വെക്കുകയും ഓരോ വാക്കും സൂക്ഷിച്ച് പറയുകയും ചെയ്യേണ്ടിയിരുന്നു. ജാതി വ്യത്യാസ ചിന്ത എനിക്കില്ല. കുറേ വർഷങ്ങൾക്ക് ശേഷം കുറേ ഹീനജാതിക്കാരെ എന്നോടൊത്ത് താമസിപ്പിക്കുകയും ചെയ്തു. അതും കൂടിയായപ്പോൾ ഞാൻ കൂടുതൽ അപഹാസ്യനായി തീർന്നു. തനി വെള്ളയായി വസ്ത്രങ്ങൾ അടിച്ച് നനച്ച് ധരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഇസ്തിരിയും പശയും അവ കണ്ടിട്ടേയില്ല. അക്കാലത്ത് എന്നെപ്പോലെയുള്ളൊരാൾ പുറത്തു പോകുമ്പോൾ വേഷമെല്ലാം ഇസ്തിരിക്കിട്ടതായിരിക്കണമെന്ന കാര്യം പ്രധാനമാണ്. ആഹാരം പോലും മറ്റുള്ളവർക്കെല്ലാം ചൂടോടെ വിളമ്പുമ്പോൾ എനിക്ക് ആറി തണുത്ത് ഉള്ള ആഹാരമാണ് ലഭിക്കുക. എൻ്റെ നെറ്റിയിൽ എഴുതി ഒട്ടിച്ചിരുന്ന പരാജയത്തെ കാണാതെ ആർക്കും കടന്നു പോകാനാവുമായിരുന്നില്ല. മറ്റുള്ളവരെന്നെ കാണുന്നത് പോലെ തന്നെ എനിക്കും എന്നെ കാണാൻ അന്ന് കഴിഞ്ഞിരുന്നു. എന്നാലും ആത്മനിന്ദയോ മറ്റുള്ളവരാൽ ഞാൻ പീഡിക്കപ്പെട്ടിരുന്നു എന്ന തോന്നലോ എനിക്കുണ്ടായില്ല. ഇക്കാര്യം ഞാനിവിടെ അനുസ്മരിക്കുന്നത് നിരപേക്ഷ മാർഗാവലംബികളായ ഭാവി തീർത്ഥാടകരെ ഉദ്ദേശിച്ചാണ്. അവരുടെ വഴിയിൽ കുണ്ടും കുഴികളുമുണ്ട്. അതിൽ കൂടിയുള്ള സാഹസിക യാത്രക്കിടയിൽ അജ്ഞാനത്തിൻ്റെ കാർമേഘപടലങ്ങൾ കടന്നു വന്ന് ആക്രമിച്ചേക്കാം. ആ മാർഗം എപ്പോഴും ക്ലേശസങ്കുലമാണ്, പനിനീർപ്പൂക്കൾ വിരിച്ചതല്ല. എന്നോടൊത്ത് കോളേജിൽ പഠിച്ച പലർക്കും കിട്ടിയതുപോലെ ആയാസരഹിതമായ ഉദ്യോഗ ജീവിതമല്ല എനിക്ക് ലഭിച്ചത്. എൻ്റെ ഉദാസീനത കൊണ്ടെന്ന പോലെ തന്നെ പണക്കാരനായൊരു അമ്മായിയപ്പനില്ലാതിരുന്നതുമാണ് അതിന് കാരണം. ഇങ്ങനെ ഇരുൾ നിറഞ്ഞതും അശുഭപൂർണവുമായ ജീവിത സരണിയിലെ ഏകാന്ത പഥികനായ എൻ്റെ മാർഗത്തെ അംഗീകരിച്ചത് ഗുരുസ്വരൂപം മാത്രമാണ്. ഗുരു വർഷത്തിലൊരിക്കലോ മാസത്തിലൊരിക്കലോ ആലുവ അദ്വൈതാശ്രമത്തിൽ വരാറുള്ളപ്പോഴും മലബാറിലെ ഉൾനാടൻ പ്രദേശങ്ങളിലേക്കുള്ള പതിവ് സഞ്ചാരവേളകളിൽ അവിടുന്ന് വിശ്രമിക്കാറുള്ളിടത്ത് വെച്ചും ഞാൻ ഇടയ്ക്കും മുറയ്ക്കും ഗുരുവിനെ സന്ദർശിക്കുന്നുണ്ടായിരുന്നു. ശിവഗിരിയിലായാലും മറ്റെവിടെയായാലും ഗുരുവിനെ സന്ദർശിക്കുന്ന വേളകളിൽ 3 ദിവസം കൂടെ താമസിച്ചു കൊള്ളണമെന്ന് മൗന ഭാഷയിൽ അറിയിക്കപ്പെട്ട ഒരു ധാരണ ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു. ഈ സന്ദർഭങ്ങളിലെല്ലാം ദിവസവും 1-2 മണിക്കൂർ നേരം ഗുരു എന്നോട് സംസാരിക്കാനെടുക്കും. ജ്ഞാനപരമായ വിഷയങ്ങളായിരിക്കും പരാമർശിക്കുക. ഗുരുവിൻ്റെ ജീവിതകാല അവസാനത്തോട് അടുത്തപ്പോൾ ഈ സംഭാഷണ പരമ്പര അവിടുന്ന് ഉപസംഹരിച്ചു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അവ സാന്ദർഭികമായ സംഭാഷണമായിരുന്നില്ല. അവയ്ക്ക് ആഭ്യന്തരമായ ഒരു ഏകതാനതയും പൗർവാപര്യവും ഉണ്ടായിരുന്നു എന്ന്. ഇങ്ങനെ ഗുരുവിൽ നിന്ന് കിട്ടിയ ജ്ഞാനമാർഗത്തിലുള്ള ശിക്ഷണം
10 സംവത്സരത്തിലധികം നീണ്ടുനിന്നു. മദ്രാസിൽ ഞാനൊരു അണ്ടർ ഗ്രാജുവേറ്റ് ആയിരുന്ന കാലത്ത് തിയോസഫിക്കൽ സൊസൈറ്റിയിൽ വെച്ച് ഗുരുവിൻ്റെ 60ാമത്തെ തിരുനാൾ 1915 സെപ്റ്റംബറിൽ കൊണ്ടാടാൻ ഞാൻ തീരുമാനിച്ച കാലം മുതൽ ഗുരുവിൻ്റെ പ്രഭാവം എൻ്റെ മേൽ ഗൗരവപൂർവ്വം പതിക്കാൻ തുടങ്ങിയതാണ്. ഇടയിൽ വീരാരാധനാപരമായ മറ്റു കൂറുകളും ഉണ്ടായിട്ടുണ്ടെങ്കിലും ആ ഭക്തിബന്ധം മേൽക്കുമേൽ വളർന്നുകൊണ്ട് തന്നെയിരുന്നു. ആലുവ അദ്വൈതാശ്രമത്തിൽ ഇപ്പറഞ്ഞു വന്ന കാലഘട്ടത്തിന് മുൻപും ഞാൻ വന്ന് താമസിക്കാറുണ്ടായിരുന്നെങ്കിലും എനിക്ക് ഗുരുവിൻ്റെ ഉപദേശം ലഭിക്കുന്നത് 1920 മുതലാണ്. എനിക്ക് ചിന്താവിഷയമാകത്തക്കവണ്ണം ഗുരു നൽകിയ സജീവവും തനി പുത്തനുമായ ഉപദേശ പ്രമേയങ്ങളിൽ ചിലതിനെപ്പറ്റി ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണല്ലോ. അതെല്ലാം അപൂർവ കൽപ്പിതമായിരുന്നു. പ്രത്യക്ഷ വസ്തുതകളോട് പൊരുത്തപ്പെടുന്ന ശക്തമായ സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നവയായിരുന്നു അവയെന്നുള്ള വിശേഷവും അതിനുണ്ട്. ഇതിനെല്ലാം പുറമെ മൗലിക സ്വഭാവമുള്ളതുമായിരുന്നു ആ ഉപദേശങ്ങൾ. ഒരുവൻ്റെ ദാർശനികമോ അല്ലാത്തതോ ആയ വീക്ഷണഗതികൾക്ക് നിരപേക്ഷതയുടെ സ്പർശം കൊടുക്കുന്നതാണ് ഗുരുപദേശത്തിൻ്റെ ഈ എല്ലാ സവിശേഷതകളും. ഞാൻ സന്യാസ ജീവിതത്തിന് വേണ്ടി തയ്യാറാകുന്ന പരീക്ഷണങ്ങളുടെയും ക്ലേശങ്ങളുടെയും കാലഘട്ടത്തിൽ എല്ലാവരും എന്നെ കൈവിടിഞ്ഞപ്പോൾ ഗുരു മാത്രം എനിക്ക് തുണയായി നിന്നത് എനിക്ക് ഒരിക്കലും മറക്കാനാവില്ല. 1-ാം ഭാഗം പൂർണ്ണമാകുന്നു. ഗുരു ഓം തത്സത്.